ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ട്, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന നിമിഷങ്ങൾ. അങ്ങനെയൊരു കാത്തിരിപ്പിലായിരുന്നു ആ കൊച്ചു വീട്. തൊട്ടിലിൽ നിന്ന് ഉയരുന്ന കുഞ്ഞു കരച്ചിൽ, അതായിരുന്നു ആ ദമ്പതികളുടെ ലോകം. 9 മാസമായി ഒരു ജീവനെ തൻ്റെ ഉള്ളിൽ ചുമക്കുമ്പോൾ ആ അമ്മ അനുഭവിച്ച സന്തോഷം വാക്കുകൾക്ക് അപ്പുറമായിരുന്നു. അവളുടെ ഓരോ ശ്വാസവും ആ കുഞ്ഞിന് വേണ്ടിയായിരുന്നു. അന്നും പതിവ് പോലെ ഡോക്ടറെ കണ്ട് മടങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ ഒരേയൊരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ: എൻ്റെ കൺമണിയെ കയ്യിലെടുക്കാൻ ഇനി ആഴ്ചകൾ മാത്രം മതി. കാറിൻ്റെ പിൻസീറ്റിൽ കടുത്ത ക്ഷീണത്തോടെ അവൾ പതുക്കെ കണ്ണുകളടച്ചു കിടക്കുമ്പോൾ തങ്ങളെ കാത്തു നിൽക്കുന്നത് മരണത്തിൻ്റെ കരിനിഴലാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്കുള്ള ദൂരം വളരെ കുറവായിരുന്നു. കാറിൻ്റെ സ്റ്റിയറിംഗ് പിടിച്ച് റിജിലാൽ മുന്നോട്ട് നീങ്ങുമ്പോൾ അവൻ്റെ മനസ്സിലും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. തൻ്റെ ഭാര്യയെയും ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെയും സുരക്ഷിതമായി വീട്ടിലെത്തിക്കുക എന്നതു മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം. വീട്ടുപടിക്കലേക്ക് ഏതാനും മീറ്ററുകൾ മാത്രം ബാക്കി നിൽക്കെ ഒരു ദയവുമില്ലാതെ വിധി ആ കാറിനുമേൽ കരിനിഴൽ വീഴ്ത്തി. പെട്ടെന്നാണ് കാറിനുള്ളിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേട്ടത്. പുകപടലങ്ങൾ ഉയർന്നു. നിമിഷങ്ങൾക്കകം തീനാളങ്ങൾ കാറിനെ വിഴുങ്ങാൻ തുടങ്ങി. ഒരു സാധാരണ തകരാറായിരുന്നില്ല അത്. ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം വേഗത്തിലാണ് തീ പടർന്നത്. തീ ആളി പടർന്നപ്പോൾ കാറിൻ്റെ മുൻവശത്തെ വാതിൽ തുറന്ന് റിജിൻലാലിന് പുറത്തേക്ക് ചാടാൻ കഴിഞ്ഞു. എന്നാൽ കാറിൻ്റെ ഇലക്ട്രോണിക് ലോക്കിംഗ് സംവിധാനം പൂർണ്ണമായും നിശ്ചലമായി കഴിഞ്ഞിരുന്നു. പിൻസീറ്റിൽ കിടന്നിരുന്ന ആ ഗർഭിണി പുകയുടെയും ചൂടിൻ്റെയും നടുവിലേക്ക് ഞെട്ടിയുണർന്നു. അവൾ വാതിലിൽ ശക്തിയായി അടിച്ചു. ജനാല ചില്ലുകൾ തകർക്കാൻ ശ്രമിച്ചു. ശ്വാസം മുട്ടിക്കുന്ന കറുത്ത പുകക്കുള്ളിൽ കിടന്ന് അവൾ തൻ്റെ വയറിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാകണം. തൻ്റെ ജീവനേക്കാൾ അവൾ ഭയന്നത് ഉള്ളിലെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നോർത്തായിരിക്കും. രക്ഷിക്കണേ എന്നവൾ ഉറക്കെ വിളിച്ചെങ്കിലും ആ ഇരുമ്പ് വാതിൽ മരണക്കണ്ണിയായി അവളുടെ മുന്നിൽ അടഞ്ഞു കിടന്നു. ആ കറുത്ത പുകക്കുള്ളിൽ ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും പ്രതീക്ഷകൾ അസ്തമിക്കുകയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവൾ അകത്ത് കുടുങ്ങിക്കിടക്കുമ്പോൾ അത് കണ്ട് റിജിൻലാൽ ഭ്രാന്തമായി കാറിനടുത്തേക്ക് ഓടിയെടുത്തു. പൊള്ളിപ്പടരുന്ന തീക്കണലുകളെ വകവെക്കാതെ അവൻ കാറിൻ്റെ വാതിലുകൾ വലിച്ചെടുക്കാൻ ശ്രമിച്ചു. അവൻ്റെ കൈകൾ പൊള്ളി. അവൻ്റെ കൈകൾ ആ സമയത്ത് പൊള്ളി ഉരുകുകയായിരുന്നു. എങ്കിലും അവൻ പിന്മാറിയില്ല. ഉള്ളിൽ നിന്നും തൻ്റെ ഭാര്യയുടെ നിലവിളി അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഇരുമ്പ് ലോക്ക് തുറക്കാൻ അവൻ മനുഷ്യ സഹജമായ ശക്തിക്ക് കഴിയുമായിരുന്നില്ല. തീയുടെ ആഘാതത്തിൽ പ്രാണരക്ഷാർത്ഥം അവന് സമീപത്തെ തോട്ടിലേക്ക് ചാടേണ്ടി വന്നു. തണുത്ത വെള്ളത്തിൽ കിടക്കുമ്പോഴും അവൻ്റെ ശരീരം മാത്രമല്ല, മനസ്സും വെന്തുരുകുകയായിരുന്നു. കൺമുന്നിൽ വെച്ച് തൻ്റെ ഭാര്യയും കുഞ്ഞും കത്തി അമരുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ആ ഭർത്താവിൻ്റെ നിസ്സഹായത പ്രകൃതി പോലും കണ്ടുനിന്ന ഏറ്റവും വലിയ ക്രൂരതയായിരുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വയലിൽ നിന്നും വെള്ളം കോരി ഒഴിച്ചും മറ്റും തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അഗ്നിയുടെ കരുത്തിന് മുന്നിൽ അവർ തോറ്റുപോയി. ഫയർഫോഴ്സ് വന്ന് തീ പൂർണ്ണമായും അണച്ചപ്പോഴേക്കും ആ കാർ ഒരു ഇരുമ്പ് കൂട് മാത്രമായി മാറിക്കഴിഞ്ഞിരുന്നു. ഉള്ളിൽ നിന്നും കണ്ടെടുത്തത് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ ആ അമ്മയുടെ മൃതദേഹമായിരുന്നു. റിജിൻലാൽ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരണത്തോട് പൊരുതുകയാണ്. അവൻ്റെ ശരീരത്തിലെ പൊള്ളലുകൾ ഒരുപക്ഷെ മാറിയേക്കാം. എന്നാൽ തൻ്റെ കൺമുന്നിൽ ഭാര്യയെ രക്ഷിക്കാൻ കഴിയാതെ പോയ ആ നിമിഷത്തിൻ്റെ കനലുകൾ അവൻ്റെ മനസ്സിൽ എന്നും എരിഞ്ഞുകൊണ്ടേയിരിക്കും.